Hello Makale, good evening all. Welcome to Nanny Plus India's first animated live tuition. Hello, എവിടെയാണ് മക്കൾസ്? എവിടെയാണ്? വേഗം വാ. റെഡിയായോ? എല്ലാരും റെഡിയായോടാ? ഓക്കേ. എന്തൊക്കെ വിശേഷം മക്കളെ? സുഖാണോ? ഒന്ന് പറ. ആണല്ലേ? ഓക്കെ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ്. സൂപ്പർ. സോ എങ്ങനെയുണ്ട്? സ്കൂളിലൊക്കെ തുടങ്ങി, സ്കൂൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി. എങ്ങനെയുണ്ട് സ്കൂൾ ക്ലാസ് ഒക്കെ? ഓക്കെ ആയി തുടങ്ങിയോ? സെറ്റായി തുടങ്ങിയോ? പുതിയ ക്ലാസ്സും അതുപോലെ തന്നെ പുതിയ സ്കൂളിലേക്ക് പോയവരുണ്ടാവില്ലേ അല്ലേ? എന്തായാലും 6 കഴിഞ്ഞിട്ട് 7th എത്തിയവർ ആ സെയിം സ്കൂൾ തന്നെ ആയിരിക്കും ഉണ്ടാവും അല്ലെ മിക്കവരും. ഓക്കെ, എന്തൊക്കെയാ മക്കളെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എവിടെ ഓർമ്മയുള്ളേ? പറ, എവിടെ ഓർമ്മയുള്ളേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡിയാണോ? എല്ലാവരും കൈയൊന്ന് ഇങ്ങനെ കാണിച്ചത് റെഡിയാണോ? റെഡി ആയവരെന്ന് ഇങ്ങനെ കൈ കാണിച്ച്. ഓക്കെ, സൂപ്പർ, സെറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഏത് ചാപ്റ്റർ ആയിരുന്നു? യൂണിറ്റ് 1 നമ്മൾ. എന്താ യൂണിറ്റിന്റെ 1ന്റെ പേരെന്താ? യൂണിറ്റ് 1 അൺമ്യൂട്ട് ചെയ്യണ്ട, ഉറക്കെ പറഞ്ഞോ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മറിച്ചു വെക്ക് എല്ലാവരും. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചു വെക്ക്. നോട്ട്ബുക്ക് എടുത്ത് മറിച്ചു വെക്ക. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് മീനിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. കംപ്ലീറ്റ് മീനിങ് ചാപ്റ്ററിനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ഇങ്ങനെ എടുക്കുമ്പോൾ മീനിങ് ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു തരണം. സാർ അതിന്റെ മീനിങ് ഇത്, സാർ ഇതിന്റെ മീനിങ് ഇത്, ഇങ്ങനെ പറഞ്ഞു തരണം കേട്ടോ. റെഡിയാണോ? പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സാറേ, ഞാൻ പഠിക്കുമെന്നല്ല. ഒരു ക്ലാസ്സിൽ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യം ഈ അടുത്ത ക്ലാസ്സിൽ സാറേ ഞാൻ പഠിച്ചു സാറേ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഓരോ മീനിങ് ഞാൻ പഠിച്ചു എന്ന വാക്കാണ് എനിക്ക് കേൾക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പ്രോമിസ് ചെയ്ത് പോയതാ നിങ്ങൾ. ഓർമ്മയുണ്ടോ? ഈ മീനിങ്സ് ഒക്കെ എഴുതി കറക്റ്റ് ആയിട്ട് പഠിക്കുന്നു പ്രോമിസ് ചെയ്ത് പോയതാ അല്ലേ? അല്ലടാ അല്ലേ? ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് തന്നെ എപ്പോഴും സാറ് പറയുന്ന പോലെ എന്താ പറയല്? സാർ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഉറക്കെ പറഞ്ഞേ. അല്ല, സാർ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ് 6ലുള്ളവർക്കൊക്കെ അറിയാം. എപ്പോഴും സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ വേഗം പറഞ്ഞോ. മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ അല്ലേ? ഡ്രീംസ് നിങ്ങൾക്ക് കം ട്രൂ ആയിരിക്കണം. എല്ലാ ക്ലാസ്സിലും സാർ ഇത് ഓർമ്മപ്പെടുത്തും. എന്തിനാണെന്നറിയോ? നിങ്ങൾ ഡ്രീം അച്ചീവ് ആയി കഴിഞ്ഞാൽ എന്ത് ഡ്രീം ആവട്ടെ, ചെറിയ കുഞ്ഞു ഡ്രീം ആവട്ടെ, നിങ്ങൾക്ക് US കിട്ടാൻ, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോ ഓരോ ദിവസം 5 മീനിങ് ഞാൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ 10 ദിവസം 5 മീനിങ് 50 വേർഡ്സ് ഞാൻ പഠിച്ചു. ഇറ്റ്സ് എ ഡ്രീം. നീ US കിട്ടുക, അത് ഡ്രീമാണ്. അപ്പൊ എന്ത് ഡ്രീം ആണെങ്കിലും അത് അച്ചീവ് ആയി കഴിഞ്ഞിട്ട് ആ ഡ്രീം നിങ്ങൾ നേടിയെടുത്തിട്ട് സാറിനോട് പറയോ. ടാസ്ക് ആണ് കേട്ടോ നിങ്ങൾക്കുള്ള ടാസ്ക്. റെഡിയാണോ? എന്ത് ഡ്രീം ആയിക്കോട്ടെ, ആ ഡ്രീം നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം സാറിനോട് പറയണം. പറയുന്നവർ തലയാട്ടിക്കേ നോക്കട്ടെ. സാറിനോട് പറയും സാർ. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ അങ്ങനെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അല്ലെ? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഓക്കെ, എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടല്ലേ? ഓക്കെ. ഡ്രീംസ് മക്കളെ, ഞാനൊരു കാര്യം പറയാം. ഈ ഡ്രീം എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ മാത്രമല്ല. ഡ്രീം എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ ഡ്രീമായി മാറാം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, എനിക്ക് നാളെ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു മന്ത്, ഈ ജൂൺ മന്ത് അവസാനമാവുമ്പോഴത്തേനും എനിക്കൊരു 30 വേർഡ്സ് എനിക്ക് പഠിക്കണം. അതൊരു ഡ്രീമാ.
അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡ്രീമും ആവാം. അപ്പൊ എന്ത് ഡ്രീം എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഡ്രീം ചെയ്ത് അത് ആക്റ്റീവ് ആ ഡ്രീം നിങ്ങൾ എത്തിപ്പിടിച്ചല്ലോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതൊരു എക്സാമ്പിൾ വിചാരിച്ചോ, ഈ ജൂൺ മന്തിൽ ഞാൻ 30 വേർഡ്സ് പഠിക്കും. അതൊരു ഡ്രീമാണ്. ഡ്രീം പറയേണ്ട ആവശ്യമില്ല. ആ ഡ്രീം നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം സാറേ ഞാന് ജൂൺ 10 അല്ലെന്ന് ജൂൺ 11 അല്ലേ, ജൂൺ 11 ഞാനൊരു ഡ്രീം വെച്ചിരുന്നു സാറേ. ആ ജൂൺ 11 വെച്ച ഡ്രീം ജൂൺ 30 ആവുമ്പോ ഞാൻ അച്ചീവ് ചെയ്തു, ഞാൻ നേടിയെടുത്തു എന്ന് പറയാൻ കഴിയണം. കഴിയോ എന്ന് പറയാൻ കഴിയണം നിങ്ങൾക്ക്. റെഡിയാണോ? വെരി ഗുഡ്, സൂപ്പർ. എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. മീനിങ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലേ? ഈ മീനിങ്സ് ഞാൻ കാണിച്ചിരുന്നില്ല. എല്ലാ മീനിങ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലേ? ഇനി മീനിങ്സ് ഇങ്ങനെ കാണിച്ചിരുന്നില്ല. അത്രയും സമയം മക്കളെ ഒരു കാര്യം കൂടെ പറയട്ടെ. എന്തെന്നറിയോ, പുതിയ കുട്ടികളുണ്ട് അവിടെ, എല്ലാവരും ഹാൻഡ് ആണ്. പുതിയ കുട്ടികൾ മാത്രം ഒന്ന് കൈ ഇങ്ങനെ കാണിച്ച്, ഹാൻഡ് റൈസ് ചെയ്ത് ഇങ്ങനെ കൈ കാണിച്ച് പുതിയ കുട്ടികൾ. അപ്പൊ പുതിയ കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും സാർ പറയാറുണ്ട്, ഒരു ക്ലാസ് നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് കാണാതെ അടുത്ത ക്ലാസ്സിലേക്ക് വരരുത്, നിങ്ങൾക്ക് മനസ്സിലാവൂല. ഓക്കെ, അപ്പൊ ഈ മീനിങ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലേ മോളെ? ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാ ഈ വേർഡ് മീനിങ്സ്, ഈ ചാപ്റ്ററിലെ മുഴുവൻ കംപ്ലീറ്റ് വേർഡ് മീനിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സാറ് പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ കംപ്ലീറ്റ് വേർഡ് മീനിങ്സ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ അടുത്തുനിന്ന് ലിങ്ക് വാങ്ങിയിട്ട് ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ക്ലാസ് കാണണം. അതിലാണ് സാറ് പറഞ്ഞ മീനിങ്സ് ഒക്കെ. ഇനിയും ആ ഒരു മീനിങ് പറയാൻ വേണ്ടിട്ട് ഇനി നമുക്കൊരു ക്ലാസ് മിസ്സാക്കാൻ കഴിയൂല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തതാണ്, ഓർമ്മയുണ്ടോ? ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തതാണ്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ ഈ ഫസ്റ്റ് ഭാഗം സർ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോകും. കാരണം നിങ്ങൾക്കൊരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് വളരെ ശ്രദ്ധിച്ചിരുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ചോ? ഓക്കെ, എല്ലാവരും റെഡി ആയിരുന്നോ? എല്ലാവരും ഒരു ഒറ്റ മിനിറ്റ് ഞാൻ തരാം. എല്ലാവരും റെഡി ആയിരുന്നേ? ഒരു ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഡി ആയിരുന്നോ? മീനിങ് അർത്ഥം അറിയാത്തവരുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. എല്ലാം റെഡി ആയിരുന്നോ? Third one. Take that one. Third one. Change the link. Change yellow color. Pen. Ink. Yellow. Okay. Okay, മക്കളെ റെഡി ആയല്ലേ? തുടങ്ങട്ടെ. പൊട്ടിപ്പൂരമായിരിക്കും. സോ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കൊണ്ട് തന്നെ സാറ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. കാരണം എടുക്കാനുള്ളവിടുന്ന് അവിടുന്ന് കുറച്ച് സ്ലോ ആവും കേട്ടോ. റെഡി? 1 നോക്കിക്കോ. സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, റെഡി 1 2 3. ഓക്കെ, It was a sunny morning. നിങ്ങൾ ഇവിടേക്ക് നോക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ മറച്ചു വെക്കുക.
അതിലെ വേണമെങ്കിൽ ഒന്ന് പെന്ന് വെച്ചതോ, അറിയാത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ അവിടെ അങ്ങനെ എഴുതി വെക്കട്ടോ, എന്നിട്ട് ബാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതി മതി. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അതൊരു നല്ല സണ്ണി അല്ലേ, നല്ല സൂര്യപ്രകാശമുള്ള നല്ല ഒരു വെയിലടിച്ചിരിക്കുന്ന ഒരു പകലായിരുന്നു. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്റ്റേജ്. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ്, നല്ല ആകർഷകമായ, വൈബ്രന്റ് അർത്ഥം ഇത് തന്നെ ഉണ്ട്, ആകർഷമായ, അട്രാക്റ്റീവ്. ഇങ്ങോട്ട് പറയണ മീനിങ്, വൈബ്രന്റ് മീനിങ് എന്താ എഴുതിയിട്ടുണ്ട്, അട്രാക്റ്റീവ്, ആകർഷകമായ നല്ല സൺലൈറ്റ് എന്തിട്ടുണ്ട്, ഡാൻസ്ഡ് അക്രോസ് സ്ട്രീറ്റ്. ഡാൻസ് എന്ന് പറഞ്ഞാല് സൺലൈറ്റ് ഡാൻസ് ചെയ്യാനാല് അല്ലെ, നമ്മള് രാവിലെ മറ്റേ എന്താ പറയാ, പ്രഭാതത്തില് രാവിലെ എണീക്കലുണ്ടോ നിങ്ങള്? സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോ ഇങ്ങനെ സൂര്യപ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയി കാണാം. രാവിലെ എണീക്കണം എടാ മോളെ, രാവിലെ എണീക്കണം കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കാണാം. ഓക്കെ, അതിനാണ് ഇങ്ങനെ പറയുന്നത്, ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. തെരുവുകളിലൂടെ അങ്ങനെ അതോ സൂര്യന്റെ പ്രകാശം അടിച്ചു എന്നർത്ഥം. ഓക്കെ, ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ഹൗസ് ടോപ്പ്. ഇറ്റ് കാസ്റ്റ്, അത് കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് എന്ന് പറഞ്ഞെന്താ, കാസ്റ്റ് കൈകൊണ്ട് കാണിച്ച് അറിയുന്നവര് എറിയുക മീൻസ് കാസ്റ്റ് വാം ഹ്യൂസ്, നല്ല വാം ആയിട്ട് നല്ല ചൂടുള്ള മീൻസ് നല്ല കളർഫുൾ ആയിട്ടുള്ള കിരണങ്ങൾ എന്ത്, ഹൗസ് ടോപ്സ്, വീടിന്റെ മുകളിലോട്ട് ഇങ്ങനെ സൂര്യൻ വെയിലടിക്കുന്നുണ്ട് അർത്ഥം. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ്. ദ എയർ, വായു നല്ല റീഫ്രഷിംഗ് ആയിരുന്നു. The sunbeams peeped into Ricky's room. Sunbeams, സൂര്യകിരണങ്ങള് റിക്കിയുടെ റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി അല്ലെ. To the skylight. Skylight എന്നാല് പ്രകാശം വരുന്ന വഴിയിലൂടെ ഇങ്ങനെ സൂര്യകിരണങ്ങൾ റിക്കിന്റെ റൂമിലോട്ട് ഇങ്ങനെ സൂര്യപ്രകാശം അടിച്ചു. He was still in bed. കാണിച്ചേ, റിക്കി എവിടെ? കാണിച്ചേ, റിക്കി എവിടെ? ബെഡിലാണ്. He was a young boy of 11. എത്ര വയസ്സാ? 11 വയസ്സാണ്. ആർക്ക്? നമ്മുടെ റിക്കി മോൻക്ക് 11 വയസ്സാണ്. റിക്കി ലീവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. റിക്കി ജീവിച്ചു ഇൻ എ ലവ്ലി, നല്ല സ്നേഹമുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. പറഞ്ഞു ഫ്യൂച്ചറിസ്റ്റിക് പറഞ്ഞു. എന്താ ഫ്യൂച്ചറിസ്റ്റിക് പറഞ്ഞു? ഞാൻ മീനിങ് എഴുതി തന്നിട്ടുണ്ട്. പുതിയ കുട്ടികൾക്ക് അറിയാൻ സാധ്യല്ല, കാരണം എന്താ, അവര് കഴിഞ്ഞ ക്ലാസ്സിൽ കയറാതെ വന്നവർക്ക് ഇത് മീനിങ് അറിയാൻ സാധ്യല്ല. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം അത്ര മീനിങ് ഈ ചാപ്റ്ററിലുണ്ട്. മക്കളെ ഒരു വട്ടം കൂടി എഴുതുക. കഴിഞ്ഞ ക്ലാസ്സിൽ കയറാതെ ഈ ക്ലാസ്സിൽ അവർക്ക് മനസ്സിലാവില്ല മക്കളെ. അപ്പൊ എന്ത് ചെയ്യാ, ഇപ്പൊ തൽക്കാലം നിങ്ങൾ ക്ലാസ് കേട്ടോളി. പക്ഷെ എന്ത് ചെയ്യണം, ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ലിങ്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആ മീനിങ് എഴുതി വെക്കണം. ഓക്കെ, മോഡേൺ ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ലേത പറഞ്ഞിട്ടുണ്ട്, കുറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ. ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് ആണ് മോഡേൺ, നല്ല മോഡേൺ ആയിട്ട് നല്ല ടെക്നോളജി ഉള്ള ഹൗസ് ആയിരുന്നു. ആരുടെ ഹൗസ്? റിക്കിയുടെ ഹൗസ്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും അവിടെ കിട്ടും. അങ്ങനത്തെ ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് ആയിരുന്നു റിക്കിയുടെ ഹൗസ്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്. Slovenly, very good. വൈക പറഞ്ഞിരിക്കുന്നു മീനിങ്. Got the point. വൈക എല്ലാവർക്കും മീനിങ് പറഞ്ഞവർക്കൊക്കെ പോയിന്റ് സെറ്റ് പോയിന്റ് ഇങ്ങനെ ആഡ് ചെയ്തോളൂ കേട്ടോ. മീനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മീനിങ് ആണ്, നിങ്ങൾക്ക് ഒരു പോയിന്റ് മാർക്ക് ഇടാം. But he was slovenly, no neat, വൃത്തിയില്ലാത്തവരായിരുന്നു. ആര്? In his habit, അവന്റെ ഹാബിറ്റ്, സ്വഭാവത്തിൽ വൃത്തിയില്ലാത്തവരായിരുന്നു. He just threw his belongings all over the place. He just threw, അവൻ എറിഞ്ഞു. His belongings, അവന്റെ ഉടമയിലുള്ള കാര്യങ്ങള് അല്ല, അവന്റെ അടുത്തുള്ള വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ എറിഞ്ഞു. all over the place, എല്ലായിടത്തും എറിഞ്ഞു. His mother had to collect his belongings. അവന്റെ അമ്മ കളക്ട് ചെയ്യുന്നു. His belongings, അവന്റെ വസ്തുക്കൾ. belongings പറഞ്ഞാല് അവന്റെ വസ്തുക്കൾ അമ്മ കളക്ട് ചെയ്യുന്നു. From all corners of the house, വീടിന്റെ ഓരോ മൂലയിൽ നിന്നും അവന്റെ അമ്മ കളക്ട് ചെയ്യണം അവന്റെ ബിലോങ്ങിങ്സ്. മനസ്സിലായോ? ഓക്കെ, അവന്റെ അമ്മ കളക്ട് ചെയ്യണം. അവന്റെ ഡ്രസ്സൊക്കെ അവിടെയും ഇവിടെയൊക്കെ വലിച്ചു വാരിട്ടതാണ്. അവന്റെ അമ്മ കളക്ട് ചെയ്യണം അവന്റെ ബിലോങ്ങിങ്സ്.
ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഹിസ് മദർ. സ്റ്റെക്ക് ഉണ്ടോ നിങ്ങൾക്ക്? ഡബിൾ ടാപ്പ് ഇൻ ട്രാൻസാക്ഷൻസ്. ഡബിൾ ട്രാൻസാക്ഷൻ. ഓക്കെ റെഡി. ഹിസ് മദർ, അവന്റെ അമ്മ, ഹു വാസ് ദ മാനേജർ ഓഫ് ബാങ്ക്. അവന്റെ അമ്മ എന്തായിരുന്നു? പറ. ബാങ്ക് മാനേജർ ആയിരുന്നു. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. ലെഫ്റ്റ് പോവും. ലെഫ്റ്റ് അവിടെ അർത്ഥം പോവുക കേട്ടോ. ഇൻ ദ മോർണിംഗിൽ പോകണം. ഫോർ ദ വർക്കിന് വേണ്ടി മോർണിംഗിൽ രാവിലെ തന്നെ ബാങ്ക് മാനേജർ അല്ല, മോർണിംഗിൽ പോകണം. ഷീ ഓൾവേസ് ഹാഡ് എ വർക്ക് ഫോർ റിക്കി. പക്ഷേ റിക്കിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആര് വേണം? അമ്മ തന്നെ വേണം. ഓക്കെ, ഇവിടെ റിക്കി അപ്പൊ റിക്കിനോട് അമ്മ പറയാണ് കേട്ടോ. മക്കളെ നോക്ക്, റിക്കിനോട് അമ്മ പറയാണേ. എന്താ പറയുന്നേ? പറ. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, ആ സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ കൊണ്ടുപോ. ഓക്കെ. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്. നിന്റെ ക്ലോത്ത് വെക്കൂ ഇൻ ദ വാഷിംഗ് മെഷീൻ. എവിടെ വെക്കണം? പറ. നിങ്ങൾ വാഷിംഗ് മെഷീനിൽ നിന്റെ ക്ലോത്ത് വെക്കണം. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി, നിന്റെ ടിഫിൻ ബോക്സ് നീ തന്നെ വാഷ് ചെയ്യണം. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിന്റെ ടീഷർട്ടും ട്രൗസറും നീ തന്നെ അയൺ ചെയ്യണം. ആൻഡ് സോ ഓൺ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അമ്മ എന്താ പറയാ? റിക്കി മോനെ, ആ ബാഗ് അവിടെ കൊണ്ടുവച്ച. റിക്കി, ആ ടിഫിൻ ബോക്സ് നീ കഴുകിയേ. ഇങ്ങനെ അമ്മ പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ റിക്കിക്ക് വല്ല ബോധമുണ്ടോ? ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. അവൻ എന്ത് ചെയ്യാ? അവന് പിടിച്ചിട്ട് ഇങ്ങനെ ഫുൾ അവന് ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കുക. അവൻ പബ്ജി കളിച്ചോണ്ടിരിക്കുക. അവനെന്താ പിന്നെന്താ വേറെ എന്തൊക്കെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഓക്കെ, എന്താണ് ധ്രുവേ എനിക്ക് എന്താ അത്യാവശ്യമായിട്ട് കാര്യം പറയാനുള്ളത്? എന്താ ധ്രുവേ? ഹാൻഡ് റൈസ് ചെയ്തോട്ടോ. ഞാൻ വിളിക്കട്ടോ. ഹാൻഡ് റൈസ് ഡൗട്ട് ഉള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്തോട്ടോ. അല്ലാത്തൊരു കമന്റ് ഇട്ടോളൂ, ഞാൻ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമുക്കിത് വേഗം കഴിക്കണം. കാരണം ഇതിന്റെ മീനിങ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് എന്തെന്നറിയോ? മീനിങ്സ് കറക്റ്റ് പഠിച്ചവർക്ക് ക്ലാസ്സിലെ ലെസൺസ് ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, പറഞ്ഞിട്ടില്ലേ? മീനിങ്സ് ശരിക്കും പഠിച്ചവർക്ക് ക്ലാസ് ചാപ്റ്റർ എടുക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അതിനാണ് സർ ആദ്യം തന്നെ മീനിങ്സ് എല്ലാ മീനിങ് പഠിച്ച് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർ പറഞ്ഞിട്ടുണ്ട് മീനിങ്സ് പഠിച്ചു വരണം, എന്നാൽ നിങ്ങൾക്ക് ചാപ്റ്റർ ഈസി ആകും. മീനിങ് പഠിച്ചിട്ടില്ലേ ചാപ്റ്റർ ഈസി ആവൂല. ഇനി ഒന്നുകൂടി നോക്കിയേ. എവിടെ? റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. റിക്കി വീട്ടിലെ ജോലികൾക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ ഒന്നും റിക്കി ഹെൽപ്പ് ചെയ്യുമായിരുന്നില്ല. But he was excited as his parents when they bought the latest model of butler robot. അവൻ അത്ഭുതപ്പെട്ടു. He was excited. അവൻ എന്റെ കൂടെ പറഞ്ഞോളൂ മക്കളെ, അൺമ്യൂട്ട് ചെയ്യണം. എന്റെ കൂടെ മീനിങ് പറഞ്ഞോ. എന്റെ കൂടെ റീഡ് ചെയ്തോ. He was excited. Read it. He was excited. അവൻ അത്ഭുതപ്പെട്ടു. എന്താ? Parents when they bought എന്ന് പറഞ്ഞ വാങ്ങി. ബോട്ട് തന്നെ വാങ്ങിട്ടോ, അറിയാലല്ലേ? ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് ബോട്ട്. ഓക്കെ, വാങ്ങി ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ട്. ലേറ്റസ്റ്റ് മോഡൽ, ഏറ്റവും പുതിയ മോഡൽ ബട്ട്ലർ റോബോട്ടിന് വാങ്ങി. ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വീട്ടു ജോലികളൊക്കെ ചെയ്യുന്ന റോബോട്ടിനാണ് ബട്ട്ലർ റോബോട്ട് എന്ന് പറയാ. ഓക്കെ, as soon as it arrived. അത് എത്തിയ ഉടൻ തന്നെ. arrived എന്ന് പറഞ്ഞാൽ എത്തുക, ഇവിടെ വരിക, എത്തുക. as soon as it arrived. അത് എത്തിയപ്പോ തന്നെ off it went. അത് പോയി. എവിടെ പോയി? കുക്കിംഗ് ചെയ്യാൻ തുടങ്ങി, ക്ലീനിങ് ചെയ്യാൻ തുടങ്ങി, ആൻഡ് അയണിങ്. ഈ റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ റോബോട്ട് എല്ലാ കാര്യവും കുക്ക് ചെയ്യുന്നു, പിന്നെ ഇവിടെ പോകുന്നു, ഇവിടെ ക്ലീൻ ചെയ്യുന്നു, ഇവിടെ പോകുന്നു, ഇവിടെ അയൺ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും റോബോട്ട് ചെയ്യുന്നു. സോ നൈസ്, beautiful. But the most
important work it did was picking up Ricky's clothes from the floor. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണെന്നറിയോ നോക്കിയേ. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ഈ റോബോട്ടിന് എന്താ ഉണ്ടായിരുന്നു അറിയോ? ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ്. പിക്കപ്പ് എന്താ? പിക്കപ്പ് കാണിച്ചേ എല്ലാവരും കാണിച്ചേ. പിക്കിംഗ് അപ്പ് എടുക്കുന്നു. റിക്കീസ് ക്ലോത്ത്, റിക്കിയുടെ വസ്ത്രങ്ങൾ എടുക്കുന്നു ഫ്രം ദ ഫ്ലോർ. റിക്കി എന്താ ഷർട്ട് ഓടും, പാന്റ് വരും, ട്രൗസർ വരും, ഒരൊറ്റ വേറ അല്ലെ. ഇങ്ങനെ ആയിരുന്നു റിക്കിയുടെ വസ്ത്രങ്ങള്. സോ അതെന്ത് ചെയ്യാ, അത് പെറുക്കലായിരുന്നു ഈ റോബോട്ടിന്റെ വലിയ പണി. ഓക്കെ ശ്രീലക്ഷ്മി, വായിപ്പിക്കാട്ടോ, ടൈം തരാം. ഇതൊക്കെ നമുക്ക് കാണണോ നിങ്ങൾക്ക്? റിക്കി റോബോട്ടിനെ കണ്ടില്ലേ നിങ്ങൾ? ഇതാരാ വരുന്നേ? ഈ നമ്മളെ റിക്കിയാണ് വരുന്നേ. കണ്ടോ, വലിച്ചെറിഞ്ഞ് അവന്റെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ്, അവന്റെ ബോക്സ് വലിച്ചെറിഞ്ഞ്, അവന്റെ നോട്ടീസ്. ഇവന്റെ അമ്മയും അച്ഛനും വഴക്ക് പറഞ്ഞ് അവനാകെ വിഷമായി. പക്ഷെ അവന്റെ അമ്മയച്ഛൻ ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കൊടുത്തു. കണ്ടോ, ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കൊടുത്തു. ബട്ട്ലർ റോബോട്ട് വന്നിട്ട് അവിടെ പോയിട്ട് കുക്ക് ചെയ്യുന്നു. ഇവന്റെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നു. കണ്ടില്ലേ, ഈ ഓരോന്നും സാധനം പോയിട്ട് അടുക്കി വെക്കാറ് ബട്ട്ലർ റോബോട്ട്. കണ്ടില്ലേ, എന്ത് രസല്ലേ? അപ്പൊ കഥ മനസ്സിലായോ? അവന്റെ ബട്ട്ലർ റോബോട്ട് ഒന്ന് അവന്റെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ്. കണ്ടോ, അവനക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു, ഒക്കെ ചെയ്യുന്നു. നോക്കിയോ, അത്ര മതി, ബാക്കി പിന്നെ കാണാം. ഓക്കെ, ഓൺ ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം തന്നെ, when he went to sleep, അവൻ ഉറങ്ങാൻ പോയപ്പോൾ, റിക്കി ഉറങ്ങാൻ പോയപ്പോൾ, his bedroom was in the disastrous state. His bedroom was, അവന്റെ ബെഡ്റൂം ആയിരുന്നു in a disastrous state, വളരെ അലങ്കോലമായിട്ടുള്ള. അർത്ഥം ഇതിക്കോ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഡിസാസ്ട്രസ്, അലങ്കോലമായിട്ടുള്ള, വൃത്തികേടായിരുന്നു ആകെ അവന്റെ റൂം. ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാല് സാധാരണ, അർത്ഥം അറിയാത്ത എഴുതിക്കോ. ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാല് സാധാരണ പോലെ. എന്നും അവന്റെ റൂം വൃത്തികേടന്നല്ലേ, അതുപോലെ സാധാരണ പോലെ അവന്റെ റൂം അവൻ ഉറങ്ങാൻ പോയപ്പോ വൃത്തികേടായിരുന്നു. പക്ഷേ when he woke up എന്താ ഒന്ന് കാണിച്ചേ നിങ്ങള്? വോക്കപ്പ് എന്താ നിങ്ങള് കാണിച്ചേ? വോക്കപ്പ് കാണിക്ക്. കൈ ഉയർത്തലാണോ വോക്കപ്പ് പറഞ്ഞാല്? ആണോ? കൈ ഉയർത്തല വോക്കപ്പ് പറഞ്ഞാല്? അല്ല, വോക്കപ്പ് എന്താ? വേക്കപ്പ് പറഞ്ഞാല് ഉറങ്ങുന്ന സമയത്തിന് എണീക്കലാണ് വേക്കപ്പ് പറയില്ലേ, അതിന്റെ പാസ്റ്റ് ആണ് വോക്കപ്പ്. when he woke up, അവന് രാവിലെ എണീച്ച് നോക്കുമ്പോ, in the next morning, അടുത്ത ദിവസം എണീച്ച് നോക്കുമ്പോ, everything was perfectly clean and tidy. എല്ലാം പെർഫെക്റ്റ്ലി ക്ലീൻ ആയിരിക്കുന്നു. ടൈഡി എന്ന് പറഞ്ഞാൽ നീറ്റ്, വൃത്തിയുള്ളതായിരിക്കുന്നു. എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ്. Wow, wonderful! How neat and tidy my room looks. അപ്പൊ എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്റെ റൂം. He exclaimed. കണ്ടോ, he exclaimed. അവൻ അത്ഭുതപ്പെട്ടു. ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസാസ്ട്രസ് വൃത്തികേട്, അലങ്കോലമായത്. ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കോലമായത്, വൃത്തികേടായത്, വൃത്തിയില്ലാത്തത് ആയിരുന്നു അവന്റെ റൂം. പക്ഷേ അവൻ ഉറങ്ങി എണീച്ചപ്പോ അവന്റെ റോബോട്ട് വന്നിട്ട് എല്ലാം ശരിയാക്കിയിരിക്കുന്നു. അവൻ ആകെ എക്സ്ക്ലൈംഡ്, അത്ഭുതപ്പെട്ടു. അർത്ഥത്തിൽ എഴുതി വെച്ചോ, എക്സ്ക്ലൈംഡ് എഴുതി വെച്ചോ, എക്സ്ക്ലൈംഡ്. അത്ഭുതപ്പെട്ടു എന്റെ പറ, എല്ലാരും ഉറക്കെ പറഞ്ഞേ, എക്സ്ക്ലൈംഡ് പറ, ഇങ്ങനെ പറ, എക്സ്ക്ലൈംഡ് പറ, എക്സ്ക്ലൈംഡ്. അത്ഭുതപ്പെട്ടു, റിക്കി അത്ഭുതപ്പെട്ടു. ഇറ്റ്സ് എ സോ നൈസ് റൂം ആയിരിക്കുന്നു. ഇൻഫാക്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി പറയാ, അല്ല
ഇത് നല്ലോണം വൃത്തിയായിട്ടുണ്ടല്ലോ, ഇത് നല്ലവണ്ണം വൃത്തിയായിട്ടുണ്ടല്ലോ. ആരാ ഇത് ഇവിടൊക്കെ ചെയ്തത്? ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. ടു എന്ന് പറഞ്ഞാൽ അറിയോ? TOO എന്ന് പറഞ്ഞ നല്ലവണ്ണം, വളരെ നടത്തം കേട്ടോ. ക്ലീൻ എന്ന് പറഞ്ഞാല് വൃത്തി, ടു ക്ലീൻ എന്ന് പറഞ്ഞാല് വളരെ അധികം വൃത്തി. ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. ഇത് നല്ലവണ്ണം വൃത്തിയായിട്ടുണ്ടല്ലോ. റിക്കി couldn't find his favorite t-shirt. നോക്ക് വായിക്ക്. റിക്കി couldn't find his favorite t-shirt. അവന്റെ ഫേവറേറ്റ് ടീഷർട്ട് റിക്കി കണ്ടെത്താൻ കഴിയുന്നില്ല. നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. അവന്റെ ഫേവറേറ്റ് ഫുട്ബോൾ ഒന്നും കാണുന്നില്ല. ടീഷർട്ട് കാണുന്നില്ല റിക്കിന്റെ, ഫുട്ബോൾ കാണുന്നില്ല. അപ്പൊ റിക്കി അമ്മ where is my t-shirt? എവിടെയാണ് എന്റെ ടീഷർട്ട്? where is my ball? എവിടെയാണ് എന്റെ ബോൾ? he pestered his mother. പറ, മീനിങ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പെസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പെസ്റ്റേർഡ്? വെരി ഗുഡ്, ടു അനോയ്. എന്താ പെസ്റ്റേർഡ് പറഞ്ഞാല്? വെരി ഗുഡ്, ടു അനോയ്, ശല്യപ്പെടുത്തുക. ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അവൻ അമ്മയെ ശല്യപ്പെടുത്തി. അമ്മ എവിടെ എന്റെ ടീഷർട്ട്? അമ്മ എവിടെ എന്റെ ഫുട്ബോള്? ഒന്നും കാണുന്നില്ലല്ലോ അമ്മേ. അങ്ങനെ അമ്മനെ അവന് ശല്യപ്പെടുത്തുക. കണ്ടോ? അവൻ അമ്മനെ ഇങ്ങനെ ശല്യപ്പെടുത്തുക. അവൻ അമ്മനോട് ഇങ്ങനെ ഒച്ചയിടുക. എന്ത്? അവന്റെ കാര്യങ്ങൾക്ക് അവൻ വലിച്ചെറിയ. ഈ റോബോട്ട് വന്ന് വൃത്തിയാക്കിയപ്പോ ഇവനെ കണ്ട അമ്മനോട് ഇങ്ങനെ ശല്യപ്പെടുത്തുക. എന്താണ് അമ്മ എന്താണ് ഇങ്ങനെ എന്റെ ടീഷർട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ അമ്മനോട് വഴക്ക് പറയാ. ഇവനക്ക് അറിയാലോ റോബോട്ട് എടുത്തു വെച്ചതാണെന്നുള്ളത്. നമുക്ക് നോക്കി നോക്കാം അല്ലെ എന്താ സംഭവിച്ചത്, നോക്കി നോക്കാം. He could not find his things even after he had searched up and down. He could not find. മക്കളെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നോക്ക്. He could not find his things even after he had searched up and down. അവന്റെ കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഡൗട്ടുള്ളവരൊക്കെ ജസ്റ്റ് അവിടെ അണ്ടർലൈൻ ചെയ്തോ. ഞാൻ ലാസ്റ്റ് ഡൗട്ട് ക്ലിയർ ആക്കുമ്പോ ക്ലിയർ ആക്കട്ടോ. ഓക്കെ, ഡൗട്ടുള്ളവർക്ക് ജസ്റ്റ് മനസ്സിലാത്ത അണ്ടർലൈൻ ചെയ്തോ. ഏത് ഭാഗം മനസ്സിലാത്ത ഞാൻ പറഞ്ഞു തന്നിട്ടേ നമുക്ക് ക്ലാസ് നിർത്തുള്ളൂ കേട്ടോ. ഈ സമയത്ത് ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. Listen to me. He could not find. അവൻക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. His things, അവന്റെ വസ്തുക്കൾ, after he had searched up and down. അവൻ മുകളിലും താഴെയും എല്ലായിടത്തും അവൻ എന്ത് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ അവന്റെ കാര്യങ്ങളൊന്നും അവൻക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. He asked himself. അവനോട് തന്നെ പറഞ്ഞു, where could they have gone? അല്ല, എവിടെ എന്റെ ടീഷർട്ട്? എവിടെ ഇതൊക്കെ പോയി കിടക്കുന്നത്? എന്റെ ടീഷർട്ട് എവിടെ? എന്റെ ഫുട്ബോൾ എവിടെ ഇതൊക്കെ പോയി കിടക്കുന്നതെന്ന് അവനോട് ഇങ്ങനെ അവൻ ചോദിച്ചു. However, എന്നിരുന്നാലും much he searched during the day. ആ ദിവസം മുഴുവനും അവൻ തെരഞ്ഞു, സെർച്ച് ചെയ്തു. Those two items did not reappear. Those two items എത്ര? കാണിക്ക് എല്ലാവരും കാണിക്ക്, സെറ്റായി കാണിക്ക്. Those two items, ആ രണ്ട് സാധനങ്ങൾ did not reappear, പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. Okay, two times did not reappear. Okay, two times items did not reappear. ആ എന്തൊക്കെ രണ്ട് സാധനങ്ങള് പറഞ്ഞേ? രണ്ട് സാധനം ഏതൊക്കെ? ഒന്ന് ഫുട്ബോളും ഒന്ന് ടീഷർട്ടും. ഒന്ന് ഫുട്ബോളും കണ്ടില്ലേ, ഇവിടെ കൊടുത്ത കണ്ടില്ലേ? ഒന്ന് ഫുട്ബോളും ഒന്ന് ടീഷർട്ടും. അവന്റെ ഫേവറേറ്റ് ഫുട്ബോൾ ഇല്ലായിരുന്നു അല്ലേ? അവന്റെ ഫേവറേറ്റ് ഫുട്ബോൾ കാണുന്നില്ല, അവന്റെ ടീഷർട്ട് കാണുന്നില്ല. Okay, and the same was to happen with the other things too. ഇതുപോലെ തന്നെ മറ്റു വസ്തുക്കളൊന്നും കാണുന്നില്ല. ഇതൊക്കെ കാണാതാവുക. അവരെന്താ ചെയ്യുന്നത് നോക്കിയേ. റിക്കി catch a suspicious eye.
Cast a suspicious eye to look something with a doubt. Very good, Pavitra. Super. Okay. Cast a suspicious eye. Meaning പറഞ്ഞോ? Cast a suspicious eye. Cast a suspicious eye. Cast a suspicious eye. പറഞ്ഞോ? Cast a suspicious eye എന്ന് പറഞ്ഞാല് സംശയത്തോടെ നോക്കുക. എന്താ? എന്റെ കൂടെ പറഞ്ഞേ. സംശയത്തോടെ നോക്കുക. Cast a suspicious eye. അവനിങ്ങനെ എവിടെ? റിക്കി എന്ത് ചെയ്തു? Cast a suspicious eye. അവൻ സംശയത്തോടെ നോക്കി. എവിടേക്ക്? The gleaming butler robot. Gleaming പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന, കണ്ടില്ലേ? ബട്ട്ലർ റോബോട്ട് കണ്ടില്ലേ? ഒളിച്ചു നിൽക്കുന്ന കള്ളൻ, കൊച്ചു കള്ളൻ ഒളിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? ഒളിച്ചു നിൽക്കുന്നേ. നോക്ക് കണ്ടില്ലേ? ഒളിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? ബട്ട്ലർ റോബോട്ട് കണ്ടില്ലേ? ഒളിച്ചു നിൽക്കുന്നത്. വാടാ റോബോട്ട്, ഇങ്ങോട്ട് വാ. വരുന്നില്ല ഗൈസ്, വിളിക്കൂ, റോബോട്ടിനെ വിളിക്കൂ. വരുന്നില്ല, അവൻ ഒളിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? അതാണ് ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. ഗ്ലീമിംഗ് ആണ് തിളങ്ങുന്ന. ഗ്ലീമിംഗ് എന്താ? നല്ല ഗ്ലേസ്, നല്ല തിളങ്ങണ്ടില്ലേ? ഇവന്റെ ബോഡി നോക്കിയേ, കണ്ടില്ലേ? തിളങ്ങുന്ന ബോഡിയില്ലേ? നല്ല തിളങ്ങുന്ന ബോഡി, അതാണ് ഗ്ലീമിംഗ്. നല്ല തിളങ്ങുന്ന ബട്ട്ലർ റോബോട്ടിനെ സംശയത്തോടെ നോക്കി. അല്ല, ഈ ബട്ട്ലർ റോബോട്ട് ആണോ ഇനി എന്റെ ടീഷർട്ടും ഫുട്ബോൾ എടുക്കുന്നത്? സംശയത്തോടെ റിക്കി നോക്കി. ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഹാൻഡി വർക്ക്. റിക്കി പറയാ, ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു, ഇറ്റ് ഈസ് ഹാൻഡി വർക്ക്. അത് അവന്റെ പണി തന്നെയാണ്. ഹാൻഡി വർക്ക് എന്നാൽ അവന്റെ കൈ പണി തന്നെയാണ്. അവന്റെ പണി തന്നെയാണ്. ഹാൻഡി വർക്ക് എന്നാൽ അവൻ കൈ കൊണ്ട് ചെയ്യുന്ന പണി എന്നർത്ഥം. ഹാൻഡി എന്താ? കൈ. വർക്ക് എന്ന് പറഞ്ഞാ ജോലി. ഹാൻഡി വർക്ക് എന്നാൽ കൈ കൊണ്ട് ചെയ്യുന്ന പണി. അപ്പൊ ഇങ്ങനെ റിക്കി പറയാ, ഇറ്റ് ഈസ് ഹിസ് ഹാൻഡി വർക്ക്. അത് അവന്റെ പണി തന്നെയാണ്. ഈ റോബോട്ടിന്റെ പണി തന്നെയാണ്. ഹി തോട്ട്, അവൻ ചിന്തിച്ചു. ഹി ഹാച്ച്ഡ് എ പ്ലാൻ. പറ. മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പഠിക്കാനാൽ നോ ചാൻസ് മക്കളെ, നോ ചാൻസ്. എന്താ? hatched a plan to spy. ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു make a plan തയ്യാറാക്കി. to spy on the robot. spy ഇത് പറഞ്ഞാല് ചാരപ്രവൃത്തി നടത്താൻ. സ്പൈ എന്ന് പറഞ്ഞാല് ഒളിഞ്ഞു നോക്കുക. സ്പൈ ചാരപ്രവൃത്തി, കണ്ടില്ലേ? ബട്ട് റോബോട്ട് അറിയാതെ റോബോട്ടിന് നിരീക്ഷിച്ചാലോ? ചാരപ്രവൃത്തി നടത്താൻ ആര് തീരുമാനിച്ചോ? നമ്മുടെ റിക്കി തീരുമാനിച്ചോ? and began following it around the house. വീടിന് ചുറ്റും റിക്കി നടക്കാൻ തുടങ്ങി. ഫൈനലി അവസാനം he caught it red-handed. പറ caught it red-handed meaning അതൊരു വാക്കാണ്, ഫ്രേസൽ വേർബ് ആണ്. caught it red-handed എന്താ? കയ്യോടെ പിടികൂടി. caught it red-handed എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടികൂടി. റിക്കി ഇങ്ങനെ റോബോട്ടിനെ ഇങ്ങനെ നിരീക്ഷിച്ചു നോക്കിയാ. റോബോട്ട് കാണാതെ റോബോട്ടിനടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചു നോക്കിയതാ. പിടികൂടില്ലേ? അയ്യടാ പിടിച്ചു. caught it red-handed, ഉടനെ കയ്യോടെ പിടികൂടി. എന്ന് പറഞ്ഞാല് while it was picking up one of his cloth. റിക്കിന്റെ ക്ലോത്ത് റോബോട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ റിക്കി കണ്ടു, എന്റെ ക്ലോത്ത് ഒക്കെ റോബോട്ടെ നീയാണല്ലേ എടുക്കുന്നത്, കാണിച്ചടാ. അപ്പൊ റിക്കി ഒന്നും മിണ്ടിയില്ലട്ടോ. റിക്കി ഒച്ച ഉണ്ടാക്കാതെ, സൗണ്ട് ഉണ്ടാക്കാതെ ആ റോബോട്ടിന്റെ ബാക്കിൽ ഇങ്ങനെ പോയോക്കി. കണ്ടോ? റിക്കി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ പോയോക്കി. മക്കളെ ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഡൗട്ടിലൊക്കെ പറഞ്ഞ കേട്ടോ. റിക്കി ഫോളോഡ് ദ റോബോട്ട്. റിക്കി റോബോട്ടിനെ ഫോളോ ചെയ്തു. റിക്കി റോബോട്ടിനെ ഫോളോ ചെയ്തു. വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. സൗണ്ട് ഉണ്ടാക്കാതെ റോബോട്ടിനെ ഇങ്ങനെ ഫോളോ ചെയ്തു. ടു ഹിസ് സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് he saw the robot folding his t-shirt neatly and keeping it on pile of clothes in the storeroom.
He saw the robot folding his t-shirt. He saw the robot. He saw the robot. He saw the robot. അവൻ റോബോട്ടിനെ കണ്ടു. ഫോൾഡിങ് എന്താ? മടക്കി വെക്കുക. പറയാം ഒരു മിനിറ്റ് കേട്ടോ. മടക്കി വെക്കുന്നു. ടു ഹിസ് ടീഷർട്ട്. അവന്റെ ടീഷർട്ട് മടക്കി വെക്കുന്നു. നീറ്റ്ലി വളരെ വൃത്തിയായിട്ട്. ഈ റോബോട്ട് പണി എന്താ അറിയോ? അവന്റെ ടീഷർട്ട് എടുത്തുകൊണ്ട് നല്ല ഉഷാറായിട്ട് മടക്കി വെക്കുക, ഷെൽഫിൽ കൊണ്ടുവെക്കുക. ഇതാണ് ചെയ്യുന്നത്. പക്ഷെ റിക്ക് എന്താ വിചാരിച്ചത്? എന്റെ ടീച്ചർ കട്ട് കൊണ്ടുപോകുന്ന വിചാരിച്ചത്. ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത് ഇൻ ദ സ്റ്റോർ റൂം. സ്റ്റോർ റൂമിലെ പൈൽ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം. പൈൽ ഓഫ് ക്ലോത്തിന്റെ ഒരു കൂട്ടം എവിടെ സ്റ്റോർ റൂമില് സൂക്ഷിച്ചു വെക്കുന്നു. അതാണ് ആര് കണ്ടത്? റിക്കി കണ്ടത്. ഓഫ് ഹി വെന്റ് running to his parents. Father, this butler robot is faulty. അപ്പൊ ഈ റിക്കി മനസ്സിലാക്കുക. അവൻ വേഗം ഓടിപ്പോയി. വേഗം ഓടിപ്പോയി റണ്ണിങ് ടു ഹിസ് പാരന്റ്സ്. അവന്റെ പാരന്റ്സിനോട് പോയി പറഞ്ഞു, ഫാദർ, അച്ഛാ ഇവിടെ വാ. This butler robot is faulty. This butler robot is faulty. ഈ ബട്ട്ലർ റോബോട്ട് തെറ്റുകാരനാണ് അച്ഛാ. അവൻ ശരിയല്ല, ആള് ശരിയല്ല. He was fletched my things. Fletched മീനിങ് പറ. മീനിങ് പറ. Fletched മീനിങ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. Fletched not working properly. Okay. Steal. Very good. Steal എന്നാണ് കറക്റ്റ് മീനിങ്. കട്ടെടുക്കുന്നു. My things. എന്റെ വസ്തുക്കളെ ഈ റോബോട്ട് കട്ടെടുക്കുന്നു അച്ഛാ. I think they programmed him badly. ഞാൻ വിചാരിക്കുന്നു ഇത് ഉണ്ടാക്കിയ ആള് ബാഡ്ലി, മോശമായിട്ടാണ് ഈ റോബോട്ട് ഉണ്ടാക്കി. Let us send him off. അവനെ നമുക്ക് പറഞ്ഞു വിടാം അച്ഛാ. അവനെ നമുക്ക് വേണ്ട അച്ഛാ എന്നിങ്ങനെ പറയാം. Absolutely not. ഒരിക്കലുമല്ല. അപ്പൊ അച്ഛൻ പറയാ. അച്ഛൻ എങ്ങനെ? Absolutely not. ഒരിക്കലും വേണ്ടോ. ഫാദർ shook his head. ഫാദർ ഇങ്ങനെ തലയാട്ടി. ഇല്ല മോനെ. He was an expert in robotics. കാരണം അച്ഛൻ അറിയാം ഇതെങ്ങനെ. അച്ഛൻ റോബോട്ടിക്സിൽ ഭയങ്കര വലിയ ബിരുദം എടുത്ത ആളാ. He had been delighted with the new butler. അച്ഛൻ ഈ ബട്ട്ലർ റോബോട്ടിനെ കൊണ്ട് നല്ല സന്തോഷമാണ്. കാരണം എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. It was a dream come true. ഇത് എന്റെ ഡയലോഗ് ഗായ്സ് നോക്കേ. എന്റെ ഡയലോഗ് ഇവിടെ എടുത്തിരിക്കുന്നു ഗായ്സ്. നമ്മളെ ഡയലോഗ് ഇവിടെ ബുക്കിൽ എടുത്തിരുന്നു. It was a dream come true. ഇത് അച്ഛന്റെ ഒരു ഡ്രീം കം ട്രൂ ആണ് ഗായ്സ്. നമ്മളെ ഡയലോഗ് അല്ലേ ഇത് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു. ഫൗളാണ് ഗൈസ്. ഫൗളാണ് അല്ലേ? It was a dream come true. അച്ഛന്റെ സ്വപ്നമായിരുന്നു അത് അങ്ങനത്തെ റോബോട്ട് വാങ്ങുന്നുള്ളത്. But Ricky was obstinate. പറ. Ricky was obstinate. വേഗം പറ. മീനിങ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ട് പഠിപ്പിച്ചത്. obstinate, stubborn. Ricky was ഭയങ്കര stubborn. Very good. പിടിവാശിയാണ്. ഇല്ല അച്ഛ ഉറപ്പ്. പിടിവാശി. stubborn, obstinate എന്നാൽ പിടിവാശി. റിക്കി വാസ് അച്ഛ ഉറപ്പാണ്. ആ റോബോട്ട് ഒന്നിനും കൊള്ളൂല അച്ഛ. ആ റോബോട്ട് തെറ്റായ രൂപത്തിൽ പ്രോഗ്രാം ചെയ്ത് ആ റോബോട്ട് ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. I want to get rid of him. ഞാൻ അവനെ വലിച്ചെറിയാൻ പോവാ. I want to get rid of him എന്നാല് ഞാൻ അവനെ വലിച്ചെറിയാൻ പോവുകയാണ്. റിക്കി പറയാ. A heated argument. ചൂടേറിയ തർക്കം. between Ricky and his father followed. റിക്കിയും അവന്റെ അച്ഛനും തമ്മിൽ നല്ല തർക്കം നടന്നു. കണ്ടില്ലേ നിങ്ങള്? റിക്കി അവന്റെ അച്ഛൻ തമ്മിൽ തർക്കം നടന്നതാണല്ലോ. കണ്ടില്ലേ നിങ്ങള്? അല്ലെ? റിക്കി അവനെ അവിടെ വലിച്ചെറിയുന്നു അല്ലെ? അവന്റെ സാധനം അവിടെ വലിച്ചെറിയുന്നു. എന്ത് ചെയ്യുന്നു അവന്? അവിടേക്ക് റിക്കിയും അവന്റെ അച്ഛൻ ആകെ അവന് വഴക്ക് പറയാ. കണ്ടില്ലേ? നല്ലവണ്ണം ചൂടായി. ഈ റോബോട്ടിനെ അറിയോ? ഇത് പാവ റോബോട്ടില്ലേ? ഓക്കേ
എന്ന് സംഭവിച്ചു. അപ്പൊ ഫാദറും റിക്കിയും തമ്മിൽ തർക്കം നടക്കുക. ഫാദർ എന്ന് പറഞ്ഞു, എ റോബോട്ട് ഈസ് വണ്ടർഫുൾ ഡിവൈസ്. ഈ റോബോട്ട് എന്ന് പറഞ്ഞ അത്ഭുതപരമായിട്ടുള്ള ഒരു ഉപകരണമാണ്. ഡിവൈസ് പറയുന്ന ഉപകരണമാണ്. ഓക്കെ, ലുക്ക് അറ്റ് തിങ്സ് ഇറ്റ് ക്യാൻ ഡു. ലുക്ക് അറ്റ് തിങ്സ് ഇറ്റ് ക്യാൻ ഡു. നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. റിക്കി പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ അങ്ങനെ കരുതുന്നില്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. He is doing more harm than good. He is doing more harm. Harm എന്ന് പറഞ്ഞാ എന്താ? എഴുതിട്ടുണ്ട്. harm എന്താ? പറ harm. വേഗം പറ. harm എന്ന് പറഞ്ഞാ എന്താ? വേഗം പറ. damage. very super. He is doing more harm. അവൻ കൂടുതൽ കേട് വരുത്തുന്നു. than good. നല്ല പ്രവൃത്തി ചെയ്തതിനേക്കാൾ കൂടുതൽ കേട് വരുത്തുകയാണ് അവൻ ചെയ്തത്. അപ്പൊ ഫാദർ, അച്ഛൻ പറയാ, You are wrong, Ricky. You are wrong. നീയാണ് തെറ്റുകാരൻ. Ricky, you don't understand how a robot works. എങ്ങനെ റോബോട്ട് വർക്ക് ചെയ്യുന്ന നിനക്ക് അറിയില്ല റിക്കി. അപ്പൊ റിക്കി പറയാണ്, I can't agree with you. അച്ഛാ, ഞാൻ നിങ്ങൾ അംഗീകരിക്കൂല. റിക്കി ഭയങ്കര വാശി. നിങ്ങൾ റിക്കിന്റെ പോലെയാണോ ഗൈസ്? ആണോ? സത്യം പറ. റിക്കി വരാ, ഹൈ എന്റെ കൂടെ വരണം കേട്ടോ, ഞാൻ വായിപ്പിക്കേ, പെട്ടെന്ന് വായിക്കും. മോളെ പവിത്ര അല്ലെങ്കിൽ പെട്ടെന്ന് വായിക്കാൻ വരട്ടോ, ബാക്കി വായിക്കേണ്ടി വരും. ശ്രദ്ധിച്ചോ? ആരാണേ? ഐ കാൺട്ട് അഗ്രി വിത്ത് യു. അച്ഛാ, ഐ കാൺട്ട് അഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളെ സമ്മതിക്കാൻ പറ്റൂല. ഈ റോബോട്ട് മോശമാണ് എന്ന് പറഞ്ഞോണ്ടിരിക്കുക. A robot will be a big problem. ഈ റോബോട്ടിന് വലിയ പ്രോബ്ലം ഉണ്ട്. It is not properly programmed. ഇത് നല്ല കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എന്തില്ല പ്രോഗ്രാം ചെയ്തിട്ടില്ല. റിക്കി kept on complaining to his parents. റിക്കി അവന്റെ പാരന്റ്സിനോട് കംപ്ലൈന്റ് പറഞ്ഞോണ്ടിരുന്നു about the robot hiding things. അവൻ റോബോട്ട് ഓരോ സാധനം ഒളിപ്പിച്ചു വെക്കാണ്. എന്റെ ടീഷർട്ട് ഒളിപ്പിച്ചു വെക്കുന്നു, എന്റെ ഫുട്ബോൾ ഒളിപ്പിച്ചു വെക്കുന്നു, അവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. That outweighed whatever useful thing he did. That outweighed. That things hiding things that outweighed. അവൻ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ സാധനങ്ങള് അവൻ എന്ത് ചെയ്യുന്നു? ഒളിപ്പിച്ചു വെക്കുകയാണ്. ഈ എന്ത് ചെയ്യുന്നു ഈ റോബോട്ട് ചെയ്യുന്നത് എന്ന് അവനിങ്ങനെ പാരന്റ്സിനോട് കംപ്ലൈന്റ് പറയാണ്. One day, ഒരു ദിവസം, the robot who was wearing pass. എന്താ wearing pass? wearing pass പറഞ്ഞിട്ടുണ്ട്, മീനിങ് പറഞ്ഞിട്ടുണ്ട്. wearing pass വേഗം പറ. wearing pass എന്താ? ഇങ്ങനെ നടക്കുക. wearing pass ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ നടക്കുക. റോബോട്ട് ഇങ്ങനെ വീടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. One day, ഒരു ദിവസം റോബോട്ട് വിയറിംഗ് പാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു. കേട്ടു the boys complained. ഈ ബോയ്സ് റിക്കിയുടെ കംപ്ലൈന്റ് കേട്ടു. എന്താ കംപ്ലൈന്റ്? The robot returned with a pair of Ricky shoe and some of his clothes. ഈ റോബോട്ട് എന്ത് ചെയ്തു അറിയോ? ഈ റിക്കി എപ്പോഴും കംപ്ലൈന്റ് പറയില്ലേ, അച്ഛാ ഈ റോബോട്ട് കൊള്ളൂല അച്ഛാ, ഈ റോബോട്ട് മോശമാണ് അച്ഛാ. ഇത് റോബോട്ട് കേട്ടു ഗൈസ്. അപ്പൊ റോബോട്ട് അപ്പ തന്നെ എന്ത് ചെയ്യുന്ന അറിയോ? അവന് കറക്റ്റ് ഷെൽഫിൽ വെച്ച ആ സാധനം റോബോട്ട് എന്ത് ചെയ്തു? അതൊക്കെ എടുത്ത് റിക്കി കൊടുത്തു. റോബോട്ട് റിട്ടേൺഡ് വിത്ത് പെയർ ഓഫ് റിക്കി ഷൂ. റിക്കിന്റെ ഷൂ ഒക്കെ റിക്കി കൊണ്ടുകൊടുത്തു. ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്, അവന്റെ എടുത്തു വെച്ച ക്ലോത്ത് ഒക്കെ അവൻക്ക് കൊണ്ടുകൊടുത്തു. അപ്പൊ റിക്കിനോട്, ഹിയർ സർ, ഹലോ സർ, ദിസ് ഇസ് യുവർ ഷൂസ്, ദിസ് ഇസ് യുവർ ക്ലോത്ത്സ്. അല്ലേ? റോബോട്ട് പറയാ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. റിക്കിനോട് റോബോട്ട് പറയാ, ഐ ഡിഡ് നോട്ട് നോ, എനിക്കറിയില്ല. ഇത് റോബോട്ട് പറയാട്ടോ, ഐ ഡിഡ് നോട്ട് നോ, എനിക്കറിയില്ലായിരുന്നു. ഇറ്റ് വാസ് ബോദറിങ് യു, ഇത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നു. ശല്യപ്പെടുത്തുക. അത്ര ചോദിച്ചോ? ബോദറിങ്, ശല്യപ്പെടുത്തുക. സർ, നിങ്ങൾക്ക് ഇത് ശല്യപ്പെടുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഐ ഡിഡ് നോട്ട് know it was bothering you.
ഞാൻ നല്ല വണ്ണം മടക്കി വെച്ചതാണ്. നിങ്ങളെ ടീഷർട്ടും ഫുട്ബോളും എല്ലാ കാര്യം മടക്കി വെച്ചതാണ്. ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു എന്ന് ആര് പറഞ്ഞു? റോബോട്ട് എന്ന് പറഞ്ഞു. സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. മെറ്റാലിക് വോയിസ് പറഞ്ഞാല് റോബോട്ട് സൗണ്ടിന്റെ സൗണ്ട് അല്ലോ, അതിനാണ് മെറ്റാലിക് വോയിസ് പറയാ. I know, I did not know it was bothering you എന്ന് പറയുന്നത് മെറ്റാലിക് വോയിസിൽ എന്ത് ചെയ്യുന്നു? ആ റോബോട്ട് പറയുന്നു, how could it not, you thief? How could it not? എങ്ങനെ ശല്യപ്പെടുത്താതിരിക്കും? You thief. അവർക്ക് വരാ, you thief. നീ കള്ളനാ റോബോട്ടെ, നീ കള്ളനാ. You thief. നീ കള്ളനല്ലേ? You have been nicking my stuff for weeks. നീ എന്നെ കുറെ കാലമായിട്ട് നിക്കിങ്. പറ വേഗം പറ. ആരൊക്കെ പറഞ്ഞു? വെരി ഗുഡ്. പിന്നെ ഫുൾ സ്കോറിംഗ് ആണ്. സ്റ്റീലിംഗ്. യു ഹാവ് ബീൻ നിക്കിങ്. നിക്കിങ് ആണ് അവിടെ അർത്ഥം മോഷ്ടിക്കുക, സ്റ്റീലിംഗ്, കട്ടെടുക്കുക. മൈ സ്റ്റഫ് ഫോർ വീക്സ്. എന്റെ സ്റ്റഫുകൾ, എന്റെ ടീഷർട്ട്, എന്റെ ഫുട്ബോൾ എല്ലാം നീ കട്ടെടുക്കണം. നീ കള്ളനാണ്. റോബോട്ടിനോട് ആര് പറഞ്ഞു? റിക്കി പറഞ്ഞു. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലേയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. അപ്പൊ റോബോട്ട് തിരിച്ചു പറയാ എന്താണെന്നറിയോ? I had seen. ഞാൻ കണ്ടു. I had seen. ഞാൻ കണ്ടു. Your things. നിങ്ങളെ വസ്തുക്കൾ laying കിടക്കുന്നത്. Scattered എന്താ അർത്ഥം? എഴുതി വെച്ചോ. Scattered ചിന്നിച്ചിതറി, അവിടെയും ഇവിടെയുമായി കിടക്കുക. അതിനാണ് scattered എന്ന് പറയാ. ലേയിങ് പറഞ്ഞാല് കിടക്കുന്നു, സ്കാറ്റേർഡ് പറഞ്ഞാല് അവിടെയും ഇവിടെയുമായി കിടക്കുക, ചിന്നിച്ചിതറി കിടക്കുക. നിങ്ങളെ സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയുമായി ചിന്നിച്ചിതറി കിടക്കുന്നു. ഓൺ ദ ഫ്ലോർ, നിലത്ത് അല്ലെ? ഫ്ലോറിൽ, നിലത്ത് എന്ത് ചെയ്യുന്നു? തറയില് വളരെ അവിടെയും ഇവിടെയുമായി ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു. ഐ തോട്ട്. അപ്പൊ റോബോട്ട് പറയണേ, ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. നിങ്ങൾക്കത് ആവശ്യമുണ്ടായിരിക്കൂല എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട്. ഐ ആം പ്രോഗ്രാംഡ്, എന്നെ പ്രോഗ്രാം ചെയ്തു, എന്നെ ഉണ്ടാക്കി. ടു കളക്ട് ചെയ്യാൻ, ശേഖരിക്കാൻ. ആൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാനാണ് എന്നെ പ്രോഗ്രാം ചെയ്തത്. അറ്റ് നൈറ്റ്, ഒരു രാത്രി. ഐ സെൻഡ് them to place where other humans can use them. I send them to places. അത് ഞാൻ where that human can use them, മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഞാനത് കൊണ്ടുപോയി വെക്കും. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാൻ മാക്സിമം നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന മെഷീനാണ് എന്നിങ്ങനെ പറയോ. Were you unaware of it? നീ എന്താ ഇതുകൊണ്ട് ബോധവാനല്ലാത്തത്? Were you unaware of it? നീ എന്താ ഇതുകൊണ്ട് ബോധവാനല്ലാത്തത്? നീ എന്താ മോനെ ഇതുകൊണ്ട് ബോധവാനല്ലാത്തത്? ഞാൻ നല്ല റോബോട്ട് അല്ലേ? കണ്ടില്ലേ നല്ല റോബോട്ട് അല്ലേ വരുന്നേ? റിക്കി വരുന്നു, അവന്റെ സാധനങ്ങൾ വലിച്ചെറിയുന്നു അല്ലേ? കണ്ടില്ലേ? അവര് വലിച്ചെറിയുന്നു. ഇവന് വേണ്ടി അച്ഛനും അമ്മയൊക്കെ ഇവനോട് ചൂടാവുന്നു. അച്ഛനോട് അമ്മനോട് തർക്കം വരാ. ഈ റോബോട്ട് ശരിയല്ല. റോബോട്ട് വന്ന് പറയാ, മോനെ, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടക്കി വെച്ചതാണ്, കറക്റ്റാക്കി അടക്കി വെച്ചതാണ്. നീ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ ഞാൻ ഇതുപോലെ നല്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അടക്കി വെക്കുന്നതാണ് എന്ന് അവനോട് തിരിച്ചു പറയാ റോബോട്ട്. അല്ലേ? കണ്ടില്ലേ? റോബോട്ട് തിരിച്ചു പറയാ. അപ്പൊ അവൻ വാശി പിടിക്കുക, ഇത് കള്ളനാണ് ഈ റോബോട്ട്, എന്റെ ഒന്നും കാണില്ല. അപ്പൊ അച്ഛനും അമ്മയും അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. കണ്ടില്ലേ? റോബോട്ട് അവന്റെ സാധനം തിരിച്ചു കൊണ്ടേ കൊടുക്കുക. എന്നാ നിന്റെ ഷൂ, നിന്റെ ചെരുപ്പ്, നിന്റെ ക്ലോത്ത് എന്ന് പറഞ്ഞ അവനെ തിരിച്ചു കൊണ്ടേ കൊടുക്കുക. ഓക്കെ? അപ്പൊ അവൻ മനസ്സിലായി, ഇത്രയും നല്ല റോബോട്ട് ആയിരുന്നോ ഈ കാണുന്നത്? ഇത്രയും നല്ല റോബോട്ട് ആയിരുന്നോ? The robot said. റോബോട്ട് പറഞ്ഞു with a certain pride, നല്ല അഭിമാനത്തോടെ പറഞ്ഞു. റിക്കി വാസ് അഷെയിംഡ്. റിക്കി ആകെ നാണം കെട്ടു. ഇത്രയും വൃത്തിയില്ലാത്തവനായിരുന്നു റിക്കി എന്ന് റിക്കിക്ക് അപ്പം മനസ്സിലായി. വൃത്തിയില്ലാത്ത അവിടെ വലിച്ചു വാരുന്ന സാധനങ്ങളാണ് ഈ റോബോട്ട് കൊണ്ടേ വെക്കുന്നത്. അപ്പൊ ഇത്ര വൃത്തിയില്ലാത്തവനായിരുന്നോ റിക്കി എന്ന് റിക്കിക്ക് മനസ്സിലായി. He had spent all life treating things as though they were useless. പിന്നെ അവൻ എന്ത് ചെയ്തു? He had spent all life treating. അവന്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്തു? തുടങ്ങി treating the things as though they were useless. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അവൻ എന്ത് ചെയ്യില്ല, അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയില്ല. He cared for nothing. അവൻ എന്ത് ചെയ്തു? ഒന്നുമില്ലാത്തതിന് അവൻ എന്ത്
നല്ലവണ്ണം ആവശ്യമില്ലാത്തത് ആവശ്യമില്ലാത്ത സ്ഥലത്ത്, ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ വെക്കാൻ തുടങ്ങി. യെറ്റ് there were many people in the world. അറിയോ നിങ്ങൾക്ക്, ലോകത്ത് ഒരുപാട് ജനങ്ങളുണ്ട് who would have been delighted to have Ricky's things. ഇതുപോലെ റിക്കിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫുട്ബോൾ, 5 ഫുട്ബോൾ ഉണ്ട്, 10 ഷൂ ഉണ്ട്. ഇതൊക്കെ അവിടെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ മക്കളെ, ഒരുപാട് മക്കൾക്ക് ആവശ്യമുള്ള മക്കളുണ്ട്. ഒരു ഷൂ പോലും ഇല്ലാത്ത മക്കളുണ്ട് ലോകത്ത്. അറിയോ നിങ്ങൾക്ക്? അറിയോ മക്കളെ? പറ. ഒരു ഷൂ പോലും ഇല്ലാത്ത കുട്ടികൾ ലോകത്തുണ്ട്. നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. അറിയോ? പാവപ്പെട്ട കുട്ടികൾ. നിങ്ങൾക്ക് അവരെ സഹായിച്ചൂടെ നിങ്ങൾക്ക്? ആർക്കൊക്കെ സഹായിക്കാൻ മനസ്സുണ്ട്? ഒന്ന് കൈ ഉയർത്തി. പാവപ്പെട്ടവരെ സഹായിക്കാൻ ആർക്കൊക്കെ മനസ്സുണ്ട്? നല്ല കുട്ടികളുടെ ആർക്ക് മനസ്സുണ്ട്? അപ്പൊ റിക്കി മനസ്സിലാക്കി. unlike him, അവനെ പോലെ they would have taken good care of them too. അപ്പൊ റിക്കിനെ പോലെ അല്ലാതെ നല്ല കെയറോട് കൂടെ അവൻ എന്ത് ചെയ്തു? ഇനി മനസ്സിലാക്കാൻ തുടങ്ങി. he realized, അവൻ തിരിച്ചറിഞ്ഞു. റിയലൈസ്ഡ് പറഞ്ഞാൽ മനസ്സിലാക്കിയ, എഴുതിച്ചോ. റിയലൈസ്ഡ്, അവൻ തിരിച്ചറിഞ്ഞു, അവൻ മനസ്സിലാക്കി. that robot was neither broken, റോബോട്ട് എന്തായിരുന്നില്ല, കേടുവന്ന റോബോട്ട് അല്ല, nor മിസ്പ്രോഗ്രാംഡ് അല്ല, തെറ്റിച്ച് പ്രോഗ്രാം ചെയ്ത റോബോട്ട് ആയിരുന്നില്ല. rather it had been programmed extremely well. ഈ റോബോട്ട് അടിപൊളി റോബോട്ട് ആയിരുന്നു അവന് പിന്നീട് മനസ്സിലായി. since then Ricky desired to become a maximum efficiency boy. ആ സമയത്ത് റിക്കി വിചാരിച്ചു, ഇനി ഞാൻ സൂക്ഷിക്കും, എന്റെ ഡ്രസ്സ് ഞാൻ സൂക്ഷിക്കും, എന്റെ ഡ്രസ്സ് ഞാൻ മടക്കി വെക്കും, എന്റെ സ്കൂൾ ബാഗ് ഞാൻ അടക്കി വെക്കും, എന്റെ ടിഫിൻ ബോക്സ് ഞാൻ കഴുകി വെക്കും, എന്റെ ബുക്ക് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും എന്ന് അവൻക്ക് മനസ്സിലായി. he put a real care into how he treated his things. അവൻക്ക് മനസ്സിലായി, അവൻ നല്ലവണ്ണം കെയർ കൊടുത്തു. how he treated his things, എങ്ങനെയൊക്കെയാണ് റോബോട്ട് ട്രീറ്റ് ചെയ്തത് മനസ്സിലാക്കിയത്, അവന്റെ കാര്യങ്ങളൊക്കെ അതുപോലെ അവൻ മനസ്സിലാക്കി തുടങ്ങി. he kept them tidy. അവൻ ടൈഡി എന്ന് പറഞ്ഞാ വളരെ വൃത്തിയായിട്ട്. ടൈഡി, ക്ലീൻ. ടൈഡി എന്ന് പറഞ്ഞാ അർത്ഥത്തിൽ എഴുതിച്ചോ, ക്ലീൻ. ടൈഡി എന്ന് പറഞ്ഞാൽ ക്ലീൻ. he kept them tidy. അവൻ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. and made sure he didn't have more than what was necessary. ആവശ്യമില്ലാത്ത ഒരു സാധനം അവൻ എക്സ്ട്രാ വാങ്ങൂല. അങ്ങനെയായി അവൻ കുറെ സാധനങ്ങൾ വാങ്ങി വലിച്ച് വാങ്ങുമായിരുന്നു, ദൂർത്തടിക്കുമായിരുന്നു. പിന്നെ മനസ്സിലായി ആവശ്യമില്ലാത്ത ഒരു സാധനം അവന് വാങ്ങുകയില്ല. and he took a leaf out of the robot's book. ഇതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന്. ടേക്ക് എ ലീഡ് ഔട്ട് ഓഫ് ദ സം ബുക്സ് ടു ഫോളോ സമ്മൺ എക്സാമ്പിൾ. വെരി ഗുഡ് പവിത്ര. ഇതൊരു ഇഡിയമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. he took leaf out of the robot's book. ഇത് പറഞ്ഞാല് അതിന്റെ മീനിങ് എന്താ? ഇതൊറ്റ വാക്കാണ്, ഇതൊരു ഇഡിയമാ. he took leaf out of the robot's book. റോബോട്ടിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ലീഫ് എടുത്തു എന്ന് പറഞ്ഞാല് റോബോട്ടിന് അതുപോലെ റിക്കിയും പ്രവർത്തിക്കാൻ തുടങ്ങി. നല്ല നിൽക്കുക, ഉഷാറായിട്ട് വെക്കുന്നു, അവിടെ പോയിട്ട് ബാഗ് വെക്കുന്നു, ബുക്ക് ഇവിടെ വെക്കുന്നു, ക്ലോത്ത് അവിടെ വെക്കുന്നു, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡി അവൻ സെറ്റ് ആക്കാൻ തുടങ്ങി. വിത്ത് ഹിസ് പോക്കറ്റ് മണി, അവന്റെ പോക്കറ്റ് മണി കൊണ്ട് he began to help people. എന്താ പറ എന്റെ കൂടെ വായിക്ക്, എല്ലാവരും വായിക്ക്, അങ്ങോട്ട് ചെയ്യണ്ട, വായിച്ചോ. to began to help people, വായിക്ക്. to help people and പാവങ്ങളെ, ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി അവൻ പോക്കറ്റ് മണി കൊണ്ട്. ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം, അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് വാങ്ങിക്കൊടുക്കാനും അവൻ എന്ത് ചെയ്തു? അവന് വിചാരിച്ചു. മനസ്സിലായോ? ഇതാണ് ഈ ചാപ്റ്റർ. കണ്ടില്ലേ? റിക്കി അവസാനം എന്തായി? ഈ റോബോട്ടിനെ കൊണ്ട് റിക്കി നല്ല കുട്ടിയായി മാറി അല്ലേ? പാവങ്ങളെ സഹായിക്കോ മക്കളെ? പാവങ്ങളെ സഹായിക്കോ? ഡാ മോനെ, നിന്നോട് സഹായിക്കോ? ഒന്നും നമ്മളത്ര കഴിവില്ലാത്ത കുറേ കുട്ടികളില്ലേ, അവരെ സഹായിക്കോ? നിങ്ങള് സഹായിക്കോ? നല്ല കുട്ടികളാണെങ്കിൽ, നല്ല സൂപ്പർ കുട്ടികളാണെങ്കിൽ അങ്ങനെ സഹായിച്ചാൽ എന്തല്ലോ നമുക്ക് വലുതാവുമ്പോ കുറേ അനുഗ്രഹങ്ങള് ദൈവം നമുക്ക് തരും. മനസ്സിലായോ? നമ്മൾ ഒരാളെ സഹായിച്ചാൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് പാവങ്ങളെ ഒന്നുമില്ലാത്ത നിങ്ങൾ സഹായിക്കണം കേട്ടോ. അപ്പൊ റിക്കിയൊക്കെ എന്ത് ചെയ്തു? ഈ റിക്കിന്റെ മോശമായ അവസ്ഥ റിക്കിക്ക് മനസ്സിലാക്കി കൊടുത്ത ആര്?
കണ്ടില്ലേ നമ്മുടെ കിങ് ഇതാ നമ്മളെ അല്ലേ കിങ്, നമ്മുടെ ഈ ബട്ട്ലർ റോബോട്ട്. ഈ കിങ് ആർക്ക് മനസ്സിലാക്കി കൊടുത്തു? റിക്കിക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇതാണ് നിന്റെ അവസ്ഥ, ഇനി നീ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് ആര് പറഞ്ഞു കൊടുത്തു? നമ്മുടെ ബട്ട്ലർ റോബോട്ട് മനസ്സിലാക്കി കൊടുത്തു. എന്താണ് മക്കളെ? ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? എങ്ങനെയുണ്ട് ബട്ട്ലർ റോബോട്ടിന്റെ കഥ? ഓക്കെയോ? ഇതാണ് ഈ ചാപ്റ്ററിന്റെ സമ്മറി ട്ടോ. ഇതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് വളരെ വൃത്തിയായിട്ട് എഴുതണം. റിക്കി വാസ് ലാസി ബോയ് ആയിരുന്നു. റിക്കി മടി പിടിച്ചൊരു ബോയ് ആയിരുന്നു. ഹു നെവർ ക്ലീൻ ഹിസ് റൂം. അവന്റെ റൂം ക്ലീൻ ചെയ്യില്ലായിരുന്നു. പക്ഷെ അവന്റെ പാരന്റ്സ് അവന്റെ റോബോട്ടിനെ വാങ്ങി. പക്ഷെ അവൻ റോബോട്ടിനെ ആദ്യം എതിർത്തു. അവന്റെ കള്ളൻ എന്ന് വിളിച്ചു. അവന്റെ ടീഷർട്ടും ഫുട്ബോളൊന്നും കാണുന്നില്ല. പക്ഷെ അവസാനം അവർക്ക് മനസ്സിലായി എന്ത്, ഈ റോബോട്ട് എന്റെ എല്ലാ കാര്യങ്ങളും അടക്കി ഒതുക്കി വെക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അവന് അതുപോലെ ആയി, നല്ല കുട്ടിയായി മാറി. ഓക്കെ ആണോ? ഓക്കെ 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 ഓക്കെ. എവിടെയാണ് മക്കളെ? ഓക്കെ. ആദ്രിക എത്തിയിട്ടുണ്ട് എല്ലാവരും? ഓക്കെ. ദിയ എവിടെ? ദിയ, മെഹർ, വൈഗ. ഡൗട്ട് എല്ലാവരും ഹാൻഡ് ഡൗൺ ആക്കി, ഡൗട്ടിലൊരു മാത്രം ഹാൻഡ് റൈസ് ആക്കി വെക്കേ. ഇത് എഴുതിയെടുത്ത് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. സമ്മറി എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഈ ചാപ്റ്ററിന്റെ വിളിച്ചോട്ടോ. ശ്രീലക്ഷ്മിക്ക് എന്താ ഡൗട്ട് നമ്മളെ? പറ മോളെ. ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് പറഞ്ഞു. ഏത് ലാസ്റ്റ് പാരഗ്രാഫ്? വായിക്ക്. And he took a leaf out of the robot book. ഇതിന്റെ മീനിങ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. എന്താ? he took a leaf out of the robot's book എന്ന് പറഞ്ഞതാ? എന്താ ഇതിന്റെ മീനിങ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഇതൊരു ഇഡിയം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ മീനിങ് എഴുതിയിട്ടുണ്ട്. took a leaf out of robot's book. റോബോട്ട് പറഞ്ഞാല് വൺസ് ബുക്ക്. ഇവിടെ റോബോട്ടാണ്, റോബോട്ടിന് പേര് കൊടുത്തുന്നുള്ളൂ. took a leaf out of one's book. ഒരാളുടെ ബുക്കിൽ നിന്ന് ലീഫ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ എങ്ങനെയാണോ പ്രവർത്തിക്കുക അതുപോലെ നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ സാർ എങ്ങനെയാണ് അതുപോലെ മോളും സാറിനെ പോലെ ക്ലാസ് എടുക്കുമ്പോൾ മോളെ പറ്റി പറയും, she took a leaf out of from up the sir books. മനസ്സിലായോ? അങ്ങനെ പറയും. അഥവാ ഒരാളുടെ അതേപോലെ കാര്യം ചെയ്യണതിന് പറയുന്ന ഒരു വാക്കാണ് എന്ത്? he took a leaf out of Robert's book. Robert's book, റോബോട്ട് ആൻഡ് റോബോട്ട് ബുക്ക് അല്ലെങ്കിൽ ഹിസ് ബുക്ക്. അങ്ങനെ ട്ടോ. ഓക്കെ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ക്യാപ്സ്യൂൾ നോട്ട് നിങ്ങൾക്ക് ഇന്ന് കിട്ടും, ഇന്നോ നാളെ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ ക്യാപ്സ്യൂൾ നോട്ട് കിട്ടും. മക്കളെ ഒരു കാര്യം നിർബന്ധമായിട്ടും ക്യാപ്സ്യൂൾ നോട്ട് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. ഒന്നുകൂടി ആവർത്തിച്ച് പറയണേ, ഈ ചാപ്റ്ററിന്റെ ക്യാപ്സ്യൂൾ നോട്ട് ഇന്നോ നാളെ ആയിട്ട് നിങ്ങളെ കയ്യിലെത്തും. നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്കിൽ ക്യാപ്സ്യൂൾ നോട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ക്യാപ്സ്യൂൾ നോട്ട്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ സമ്മറി. ഫോർ എക്സാമ്പിൾ ഈ സമ്മറി ആ ക്യാപ്സ്യൂൾ നോട്ടിൽ ഉണ്ടാകും. അതും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതും അതിന്റെ ആൻസേഴ്സും ഈ ക്യാപ്സ്യൂൾ നോട്ടിൽ ഉണ്ടാകും. വളരെ വൃത്തിയാണ്. അപ്പൊ സാറെ ക്വസ്റ്റ്യൻ എഴുതണോ എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. ക്വസ്റ്റ്യനും എഴുതണം, ആൻസറും എഴുതണം. നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി എടുത്തിട്ട് നിങ്ങൾ ക്ലാസ് ടീച്ചർ അയച്ചു കൊടുക്കണം. ഓക്കെ ആണോ? സാർ അയച്ചു തന്നിട്ട് അത് അയച്ചുന്ന കാര്യങ്ങള് നിങ്ങൾ അത് നോട്ട്ബുക്കിൽ എഴുതി നോട്ട്ബുക്ക് ഫോട്ടോ ക്ലാസ് ടീച്ചർ അയച്ചെടുക്കണം. ഓക്കെ ആണോ? പ്രോമിസ് ചെയ്യോ? പിന്നെ ഇഷാൽ എന്താ മോനെ സംശയം? നോട്ട് പറ. ഷീറ്റ് നോക്കി പറ. കൂട്ടം, ക്ലോത്തിന്റെ കൂട്ടത്തിനാണ് പൈൽ എന്ന് പറയാ. പൈൽസ് ഓഫ് ക്ലോത്ത്, ക്ലോത്തിന്റെ ഒരു കൂട്ടം ട്ടോ. എങ്ങനെ? കേട്ടില്ല, മനസ്സിലായടാ? ഔട്ട്വെയിറ്റോ? എവിടെ ഔട്ട്വെയിറ്റ് കണ്ടത്? ഔട്ട്വെയിറ്റ് ആണോ?
ഔട്ട്വെയ്ഡ് അല്ലെ, ഔട്ട്വെയ്ഡ് അതാണോ മോനെ? റോബോട്ട് ഹൈഡിങ് തിങ്സ് ദാറ്റ് ഔട്ട്വേഡ്. അവൻ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ സാധനങ്ങള്. ഹൈഡിങ് റോബോട്ട് ഒളിപ്പിച്ചിട്ട് അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ സാധനങ്ങള്. വേറെ ഹാവ് യൂസ്ഫുൾ തിങ്സ്, അവനക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അവന് വലിച്ചെറിഞ്ഞ സാധനങ്ങൾ കേട്ടോ. നമ്മള് ബ്ലൂ വെയിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ബ്ലൂ വെയിൽ കേട്ടോ. പിന്നെ ആ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ ടേക്ക് എ ലീഫ് ഔട്ട് ഓഫ് സമ്മൺ അല്ല ബട്ട്ലർ ഈ ബട്ട്ലർ ഇങ്ങനെ പാത പിന്തുടർന്നു പറയുന്നല്ലോ. അപ്പോ അവന്റെ പോക്കറ്റ് മണി കൊണ്ട് പാത പിന്തുടർന്നാ പറയുന്നത്. അല്ല, അവന് ഇപ്പം ബട്ട്ലർ റോബോട്ട് വളരെ നീറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, നല്ലോണം മടക്കി വെക്കുന്നു, നല്ല കാര്യങ്ങൾ സെറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒതുക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നീറ്റ് ആയിട്ട് റൂം വൃത്തിയായി സൂക്ഷിക്കുന്നു. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, റോബോട്ടിൽ നിന്ന് ഇവൻ പഠിച്ചു എന്ന്. ഓക്കെ, പിന്നെ ഇനി ആരാ? ആമിയ മോൾക്ക് എന്താ ഡൗട്ട്? ഗുഡ് ഈവനിങ് സാർ. അതെ, ഈ സ്ലോവല്ലി എന്ന് പറയുന്ന മീനിങ് ലേസിലി അല്ലേ? ലേസ്ലി എന്ന് പറയാ, ലേസ്ലി എന്ന് പറഞ്ഞാല് മടി പിടിച്ചിട്ടുള്ളത്. സ്ലവല്ലി എന്ന് പറഞ്ഞാല് അതന്നെ നോൺ നീറ്റ്, വൃത്തിയില്ലാതെ മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, ആ ഒരു ഹാബിറ്റ് സ്ലോവല്ലി ഹാബിറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മോശം ഹാബിറ്റ് ആയിരുന്നു, ഒരു നീറ്റ് ഇല്ലാത്ത ഒരു മടി പിടിച്ചിരിക്കുന്ന ഹാബിറ്റ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? നമ്മുടെ റിക്കിക്ക് ഉണ്ടായിരുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. ധ്രുവിന് എന്താ മോനെ, നീ എന്തൊക്കെ കാര്യം പറയാണ്ടോ പറഞ്ഞല്ലോ, എന്താ പറയടാ? അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു എങ്ങനെ എനിക്ക് ഡ്രീം പോലെ ഇത് ഉറപ്പിച്ചു, മീൻസ് ഇങ്ങനെ ഡ്രീമാണ് കൊണ്ട്. എന്നിട്ട് ആ 2-3 ദിവസം കൊണ്ട് തന്നെ അത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഡ്രീം അച്ചീവ് ആയി. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്, സൂപ്പർ. അങ്ങനെ ഓരോരോ ഡ്രീം. അപ്പൊ ഈ ദിവസത്തോടെ ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചിരിക്കും. ഇതാ സർ ക്യാപ്സുനോട്ട് എന്നാണോ വിട്ടു തരുന്നത് അന്നും അതിന്റെ 2 ദിവസത്തിനുള്ളിൽ ആ ക്യാപ്സുനോട്ട് എഴുതിയെടുക്കും. ഒരു ഡ്രീമാണത്. വെരി ഗുഡ് ധ്രുവേ. അതുപോലെ തന്നെ ഓരോ മക്കൾ ശ്രദ്ധിച്ചോ, ക്യാപ്സുനോട്ട് ഇതാ ക്യാപ്സുനോട്ട് സർ വിട്ടുതരും. ചാപ്റ്റർ കഴിഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇന്ന് നാളെ നിങ്ങൾ ക്യാപ്സുനോട്ട് കിട്ടും. ആ കിട്ടിയ ഉടൻ തന്നെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ഡ്രീം അച്ചീവ് ആക്കും. ക്യാപ്സുലോട് ഞാൻ എഴുതും എന്ന് ഡ്രീം അച്ചീവ് ആക്കുന്ന ഡ്രീം വെക്ക്. അപ്പൊ ഡ്രീം അച്ചീവ് ആക്കി നിങ്ങൾക്ക് ഒരു സന്തോഷം, ഹാപ്പിനെസ് ഉണ്ടാകും. ഓക്കെ, ഞാൻ പറയുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കട്ടോ. തനിഷ മോളെ, തനിഷ, പിന്നെ ദിവ്യ, നന്ദഗോപൻ, അഭിലാഷ്, മുഹമ്മദ് ആരിഫ്, വേദ, മുഹമ്മദ് ബിൻഷാദ് കേട്ടോ, നോമിക ശ്രീജിത്ത്. ഈ പറഞ്ഞ പേര് ഒന്നുകൂടെ വിളിക്കുകയാണെ, ഒന്നുകൂടെ പറയണേ. തനിഷ, ദിവ്യ, നന്ദഗോപൻ, അഭിലാഷ്, മുഹമ്മദ് ആരിഫ്, വേദ, മുഹമ്മദ് ബിൻഷാദ്, നോമിക. ഈ പറഞ്ഞ 8 പേരും ഇവിടെ നിൽക്കട്ടോ. ഓക്കെ, ഈ പറഞ്ഞ 8 പേര് ഇവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ, ഒരു പേര് മേടിക്കണം. നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും നോട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ, എപ്പോഴും നോട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ എല്ലാവരോടും ഒപ്പം വിളിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആരെപ്പം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ റെഡി ആയിരിക്കണം. സോ ഈ പറഞ്ഞ ആൾക്കാർ ഇവിടെ നിൽക്കുക, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ലീവാവാം മക്കളെ. അപ്പൊ അടുത്ത ക്ലാസ്സിന് ഇതിന്റെ ഒരു ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഈ ചാപ്റ്റർ നല്ലോണം പഠിച്ചു വരും കേട്ടോ. അടുത്ത ക്ലാസ്സിന് ഈ ചാപ്റ്ററിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ടെസ്റ്റ് പഠിച്ചു വരിക കേട്ടോ. ഈ ചാപ്റ്റർ കറക്റ്റ് ആയി പഠിച്ചു വരിക. അപ്പൊ ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ടായിരിക്കും അടുത്ത ക്ലാസ്സിന് കേട്ടോ. ഓക്കേ,
പറഞ്ഞ ആൾക്കാർ ഇവിടെ നിൽക്കുക, ബാക്കിയുള്ളവർക്ക് ലീവ് ആവാം. ഓക്കെ ബൈ.